മലയോര മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യം മുതലെടുത്ത മോഷ്ടാക്കളും സാമൂഹ്യ വിരുദ്ധരും പുലി അടക്കമുള്ള വന്യമൃഗങ്ങളെ കണ്ടെന്ന് പ്രചരിപ്പിക്കുകയും പിന്നീട് തൊട്ടുപിന്നാലെ രാത്രിയിൽ മോഷണം നടത്തുന്നതും മലയോര മേഖലയിൽ വ്യാപിക്കുന്നു. യഥാർത്ഥത്തിൽ പുലി ഇറങ്ങിയോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പൊതുജനം. കഴിഞ്ഞ മാസം പെരുവന്താനം പഞ്ചായത്തിലെ അമ്പലം ഭാഗത്ത് പുലിയുടേതിന് സാമ്യമുള്ള ജീവിയുടെ കാൽപ്പാട് കണ്ടെത്തിയിരുന്നു. ഇതോടെ പുലി ഇറങ്ങിയതായി വ്യാപക പ്രചരണം നടന്നു. ഭയപ്പാടിലായ നാട്ടുകാർ രാത്രികാലങ്ങളിൽ പുറത്തിറക്കം കുറച്ചു. പിന്നാലെ മേഖലയിൽ മോഷണവും പതിവായി. പ്രദേശത്തെ നിരവധി സോളാർ വഴിവിളക്കുകളുടെ ബാറ്ററിയാണ് സാമൂഹ്യവിരുദ്ധർ രാത്രിയിൽ കവർന്നത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ കൊക്കയാർ ഭാഗത്തും പുലിയെ കണ്ടതായി വ്യാപക പ്രചരണമുണ്ട്. എന്നാൽ വനം വകുപ്പോ മറ്റ് അധികാരികളോ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടില്ല. മാസങ്ങൾക്ക് മുമ്പ് കൂട്ടിക്കൽ പഞ്ചായത്തിലെ ഉറുമ്പിക്കരയിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ കൂട്ടിക്കൽ തേൻപുഴയിൽ പുലിയെ കണ്ടതായി വ്യാപക പ്രചരണം നടന്നു. പിന്നീട് പറത്താനത്തും അമലഗിരിയിലും പുലിയെ കണ്ടതായി വ്യാപക പ്രചരണം നടന്നു. ഇതിന് പിന്നിലെ സത്യമെന്തെന്നും വെളിവായിട്ടില്ല. പെരുവന്താനം പഞ്ചായത്തിലെ TR&D എസ്റ്റേറ്റിന്റെ പല ഭാഗങ്ങളിലും പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം മുൻപ് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിക്കുകയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ക്യാമറ സ്ഥാപിച്ച് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റ് ചില സ്ഥലങ്ങളിൽ എത്തിയത് പുലിയാണെങ്കിലും പിന്നീട് മേഖലയിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ഓർത്ത് വനം വകുപ്പ് പുറത്ത് പറയാറുമില്ല. ഇതെല്ലാം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരും ലഹരി സംഘങ്ങളും മുതലെടുക്കുകയാണെന്ന് ആക്ഷേപവും വ്യാപകമാണ്. പുലിയെ കണ്ടെന്ന പേരിൽ പല സ്ഥലങ്ങളിലും നടക്കുന്ന പ്രചരണത്തിന് പിന്നിൽ ലഹരിക്കടത്ത സംഘങ്ങളോ മോഷ്ടാക്കളോ ആണ് എന്ന സംശയവും ഉയരുന്നുണ്ട്. വന്യമൃഗശല്യം അതിരൂക്ഷമാണെന്ന് പറയുന്ന പല മലയോര മേഖലയിൽ നിന്നും രാത്രികാലങ്ങളിൽ വ്യാപകമായി തടി അടക്കമുള്ളവ കടത്തുന്നുണ്ടെന്നും പറയപ്പെടുന്നു. ഒരു വശത്ത് വന്യമൃഗങ്ങളും മറുവശത്ത് മോഷ്ടാക്കളും മലയോര ജനതയുടെ സ്വൈര്യജീവിതം കെടുത്തുകയാണ്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.